ഓക്കെ. ശ്രീ എസ് മോഹനകുമാർ സാർ, ഇവിടെ സുരേഷ് മാത്യു നിലമേൽ സാർ സൂചിപ്പിച്ചതുപോലെ പ്രയോജനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രയോജനം ലഭിക്കണം. പക്ഷേ കുറേ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണോ? ഏറ്റവും സന്തോഷകരമായ സുരേഷ് മാത്യു സാറിനെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായ സന്തോഷവും ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ 30 വർഷമായി ഏരിയ ജോണിന്റെ പാതയിലൂടെ വിഴിഞ്ഞ പോസ്റ്റിൽ നടക്കുന്ന ഏകദേശ ഭാഗമാകുന്ന വലിയ അനുഗ്രഹമായിട്ടാണ് ആ പദ്ധതിയിലെ ഏറ്റവും സുഖകരമായ ഒരു കാര്യത്തിലാണ് എന്റെ ലക്ഷ്യം അതെത്രത്തോളം ആ കമ്മ്യൂണിറ്റി നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങൾ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പഠനം വളരെ അത്യാവശ്യമാണ്. കാരണം ഞാനിവിടെ പല എക്സ്പോർട്ട് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു 5 എക്സ്പോർട്ടേഴ്സുമായി നേരിട്ട് വിഴിഞ്ഞു തുറമുഖത്തിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് പോലും വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ ഈ ട്രാഫിക് എക്സിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മെച്ചങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ല എന്നിടത്താണ് നമ്മുടെ ഈ മെട്ടറികൾ, അതായത് വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അവർക്ക് എത്രത്തോളം അവബോധം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ വളരെ പുറകിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 8 ദിവസം കൊണ്ട് വലൻസിയിലേക്കും 5 ദിവസം കൊണ്ട് സിംഗപ്പൂരിലേക്കും നമുക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന, ഇപ്പോഴും ഓപ്പറേഷൻ നടത്തുന്ന MSC പോലുള്ള സ്ഥാപനങ്ങൾ വിഴിഞ്ഞിട്ട് ട്രാൻസ്മെന്റ് ആയിക്കോട്ടെ തുടങ്ങിയിട്ട് പോലും അത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കാനോ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായില്ല എന്നത് വളരെ പരിതാപകരമായ കാര്യമാണ്. കാരണം നമ്മുടെ ഒരു കണ്ടെയ്നർ, ആദ്യത്തെ കണ്ടെയ്നർ അതിന്റെ വർക്ക് കഴിഞ്ഞ ഒരു 15 ദിവസമായിട്ട് നടക്കട്ടെ. ആ സ്ഥാപനത്തിന്റെ കണ്ടെയ്നർ നമുക്ക് അവിടെ ശരിക്കും ആദ്യത്തെ കണ്ടെയ്നറിലേക്ക് കയറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത് അവർക്ക് ഇപ്പോ നിലവിലുള്ള താരിഫിനേക്കാൾ $2,300 കൂട്ടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അവർക്ക് സംശയം തോന്നും. അപ്പൊ അത്തരത്തിൽ പ്രാക്ടിക്കലായിട്ട് എപ്പോഴും നമ്മുടെ TRVക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും വ്യാപാര മേഖലയ്ക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കി കൊടുക്കാൻ MSCയും അദാനിയും ഇസ്ലും സംയുക്തമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലുള്ള വ്യാപാരികൾക്ക് കൂടി TRVയുടെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്.